ഹരിശ്രീ ഗണപതിക്ക് നമ അഭിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ജൂൺ മാസത്തെ നക്ഷത്രഫലമാണ്. അതായത് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും, രാശിയുടെ മാറ്റം കൊണ്ട്. അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പറയുന്നത് മൂലം, പൂരാടം, ഉത്രാടം, ഈ 3 നാളാണെന്ന് പറയുന്നത്. ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ളൊരു വിഭാഗം എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ വീഡിയോസൊക്കെ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. മൂലനക്ഷത്രത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ജീവിതം ശാന്തമായിട്ട് സ്വസ്ഥതയിലേക്ക് നീങ്ങുന്നൊരു സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. സാഹചര്യങ്ങൾ ഏകദേശം അനുകൂലതയിലെത്തിക്കും. അപ്പോൾ തൊഴിൽ ചെയ്തു പോരുന്നതൊക്കെ നേരത്തെ മാറാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തുടരാൻ തന്നെ തീരുമാനിക്കും. ജോലിയില്ലാതെ വിഷമിച്ചവർക്കൊക്കെ നിങ്ങളുടെ അർഹതയ്ക്കനുസരിച്ചുള്ള നിയമനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ദുരിതത്തിലായിരുന്ന ഭാര്യാഭർത്താക്കന്മാർക്കൊക്കെ ഒന്നിച്ച് ജോലി ചെയ്യാനുള്ള അവസരം, സ്ഥലം മറ്റുമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. മക്കളുടെ ഭാവി സംബന്ധിച്ച് ഉത്കണ്ഠയ്ക്ക് പരിഹാരമുണ്ടാകും. ഗൃഹനിർമ്മാണത്തിന് ആവശ്യമായ ധനം സ്വരൂപിക്കാൻ കഴിഞ്ഞേക്കും. ഇത്തരം കാര്യങ്ങളാണ് മൂല നക്ഷത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. പൂരാട നക്ഷത്രത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ, അതായത് ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറുന്നതാണ്. കർമ്മരംഗത്ത് ബാധിച്ചിരുന്ന ഉദാസീനതയൊക്കെ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ഏതെങ്കിലും വരുമാന മാർഗങ്ങൾ അടഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് തുറന്നു കിട്ടുന്നതാണ്. നവസംരംഭങ്ങളുടെ ആസൂത്രണം പുരോഗമിക്കും. പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ സംരംഭം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് വരും. പുതിയ സാങ്കേതിക മേഖലയിൽ വിദ്യാർത്ഥികൾക്കൊക്കെ ഉപരിപഠനത്തിനൊക്കെ സാധ്യതയുണ്ട്. കുടുംബത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാവരുമായിട്ട് കൂടിയാലോചന നടത്തി പരിഹരിക്കാനൊക്കെ ശ്രമിക്കും. സാമ്പത്തിക പരാശ്രയത്വത്തിൽ നിന്നും ചെറിയ മോചനമൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ സാമ്പത്തിക നില മെച്ചപ്പെടും ചെറുതായിട്ട്. എന്നാൽ അധികമായിട്ടുള്ള സാമ്പത്തിക ബാധ്യത വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. പഴയ വീട് പുതുക്കാനുള്ള ശ്രമമുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മക്കളുടെ ഭാവി സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ നല്ല ഫലങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇതാണ് പൂരാട നക്ഷത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഉത്രാട നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നക്ഷത്രാധിപനായ ആദിത്യന് ബുധവ്യാഴ യോഗം വരുന്നതിനാൽ മാനസിക നിലവാരമുയരാനും ജീവിതത്തിൻ്റെ വ്യവസ്ഥകളൊക്കെ മെച്ചപ്പെടാനും സാധ്യതയുണ്ട്. തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തൊക്കെ സമാധാനമൊക്കെ ഉണ്ടാകും. ബന്ധുകലകത്തിലൊക്കെ ഇടപെടുന്നത് സൂക്ഷിച്ച് വേണം കേട്ടോ. ചീത്തപ്പേരുണ്ടാകാൻ സാധ്യതയുണ്ട്. പാപഗ്രഹങ്ങൾക്ക് സ്വാധീനം കൂടുന്നൊരു കാലമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും കരുതലുണ്ടാവണം. വിദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലെത്താൻ അല്പം കാത്തിരിപ്പ് ആവശ്യമാണ്. കലാപ്രവർത്തനം അംഗീകരിക്കപ്പെടും. ഇത്രയും കാര്യങ്ങളാണ് ഈ 3 ആളുകളെക്കുറിച്ചും പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.